നമ്മുടെ ഓരോ അപ്പോ ഈ ഉൽപ്പന്നങ്ങളുടെ ഒരു ഫലം എന്ന് പറയുന്നത് ഡെമോൺസ്ട്രേഷൻസ് തന്നെയാണ് അല്ലെ? ഈ ഡെമോൺസ്ട്രേഷൻസ് ആണ് നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റി എല്ലാവരിലേക്കും എത്തിച്ചേർക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. സോ നമുക്ക് നമ്മുടെ ഈ ഒരു ഉൽപ്പന്നത്തിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോ നമ്മൾ ഗ്രേറ്റ് ടീം ലീഡർ ആയിട്ടുള്ള ജോളി സാറ് നമുക്ക് വേണ്ടിയിട്ട് ഈ ഒരു അഗ്രികൾച്ചറിന്റെ ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പൊ നമ്മുടെ ജോളി സാറിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മുടെ ഉൽപ്പന്നത്തിന്റെ ക്വാളിറ്റി തിരിച്ചറിയാനായിട്ട്, ഒരുപാട് ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റി തിരിച്ചറിയാനായിട്ടുള്ള നമുക്ക് ഡെമോൺസ്ട്രേഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ആക്റ്റീവ് 80 അതുപോലെ തന്നെ ഈ ഒരു അഗ്രികൾച്ചർ കാറ്റഗറിയിൽ വരുന്ന ഉൽപ്പന്നങ്ങളുടെ ഒരു ക്വാളിറ്റി അഷ്വറൻസ് നൽകുന്ന ഡെമോൺസ്ട്രേഷൻസ് പൊതുവെ മീറ്റിംഗ് നമ്മൾ കാണുന്നത് കുറവാണ്. അത്തരത്തിലുള്ള ഒരു അവസരമാണ് നമുക്ക് ജോളി സാർ നമുക്ക് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. സാറിന് ഞാൻ ഏറ്റവും സ്നേഹത്തോടു കൂടി ഡെമോൺസ്ട്രേഷന് വേണ്ടി വെൽക്കം ചെയ്യാണ്. വെൽക്കം സർ. ഓക്കെ, താങ്ക് യു ജെറീന. ഞാൻ ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണ് സാർ, ഓഡിബിൾ ആണ്. കാണാൻ സാധിക്കുന്നുണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പൊ എന്തായാലും പ്രോഗ്രാമിൽ ആയിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ. ഒരുപാട് മറ്റു പ്രോഗ്രാമുകളൊക്കെ ഈ സമയത്ത് നടക്കുന്നുണ്ടെങ്കിലും മോദിക്കർ ഉൽപ്പന്നങ്ങളെയും മോദിക്കർ സിസ്റ്റത്തെയും മോദിക്കർ സഹപ്രവർത്തകരെ എല്ലാം സ്നേഹിച്ചുകൊണ്ട് പ്രോഗ്രാമിലായിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ. അപ്പോൾ ജെറീന വളരെ നല്ല രീതിയിൽ നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ, കൃഷി നമ്മൾ ചെയ്യേണ്ടതിന്റെ ആവശ്യകത, മാർക്കറ്റിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിഷം നിറഞ്ഞ ഉൽപ്പന്നങ്ങൾ, അതിലൂടെ നമുക്ക് വരുന്ന ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗങ്ങൾ, ഇതെല്ലാം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പത്രങ്ങളിലൂടെയും ചാനലുകളിലൂടെ എല്ലാം നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും നമ്മൾ കണ്ണടയ്ക്കാറ് പതിവ്. പക്ഷെ നമുക്ക്, ഞാൻ ഇന്ന് വോയിസ് മെസ്സേജിൽ പറഞ്ഞ പോലെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അണ്ണാരക്കണ്ണനും തന്നാലായതെന്ന് പറയുന്ന പോലെ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അത്യാവശ്യം കുറച്ച് പച്ചക്കറികളൊക്കെ നമുക്ക് നമ്മുടെ വീടുകളിൽ തന്നെ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോ എന്റെ വീട്ടിൽ വന്നിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട കൺസൾട്ടൻസിന്റെ കാര്യം, ഇവിടെ 1 ഇഞ്ച് ഭൂമി പോലും ഇല്ല. 1 ഇഞ്ച് ഭൂമി പോലും ഇല്ലാത്ത തമ്മനം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നതെങ്കിലും ഞാനിവിടെ ഗ്രോ ബാഗിലും ചെടിച്ചട്ടികളിലൊക്കെ ആയിട്ടൊക്കെ അത്യാവശ്യം കൃഷി ചെയ്യുന്നുണ്ട്. ഇന്ന് മീറ്റർ പയർ എന്ന് പറയുന്ന അത് ആ പയറൊന്ന് ഞാൻ കുറച്ച് പറിച്ചായിരുന്നു. ഇനിയും വീണ്ടും അത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ ടൊമാറ്റോ, തക്കാളി ഉണ്ട്. പച്ചമുളക്, വേപ്പിലേക്ക് പുറത്ത് പോകേണ്ട ആവശ്യം ഉണ്ടാകാറില്ല. അതുകൂടാതെ ഇപ്പൊ പീച്ചിൽ ഉണ്ട്. അതേമാതിരി നിരവധിയായ ഉൽപ്പന്നങ്ങൾ, കോവലിപ്പുണ്ട്. കോവൽ എനിക്ക് തന്നത് നമ്മള് ലിജു പി മാഡം ഉണ്ടല്ലോ, ലിജു മാഡമാണ് അതിന്റെ തണ്ട് എനിക്ക് തന്നത്. അതിലൂടെ ഇപ്പൊ കോവക്ക ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ 1 ഇഞ്ച് ഭൂമി പോലും ഇല്ലാത്ത ഞാൻ പോലും അത്യാവശ്യം കൃഷി ചെയ്യുന്നുണ്ട്. അതിന് ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് മോദി കെയറിന്റെ ആക്റ്റീവ് 80, ആക്റ്റീവ് സൈം, അതേപോലെ ആക്റ്റീവ് മാസ്റ്റ്, ഇത്രയും ഉൽപ്പന്നങ്ങളാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഓഡിയബിൾ ആണല്ലോ അല്ലേ? ക്ലിയർ ആണല്ലോ അല്ലേ? ഞാൻ അല്പം ഡിസ്റ്റൻസിലാണ് സംസാരിക്കുന്നത്. ക്ലിയർ ആണോ ശബ്ദം? വേറെ ആരെങ്കിലും സംസാരിക്കാമോ? റെസ്പോണ്ട് ചെയ്യാമോ? ക്ലിയർ ആണോ? ഓക്കെ. അപ്പോ നേരത്തെ ഉൽപ്പന്നങ്ങളുടെ പ്രാധാന്യത്തെ പറ്റി ജെറീന മോള് പറഞ്ഞു. നമ്മുടെ ഉൽപ്പന്നങ്ങൾ വളരെ കോൺസെൻട്രേറ്റഡ് ആണ്. നമുക്ക് വളരെ ലാഭകരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കുറഞ്ഞ അളവിൽ മാത്രം നമ്മൾ യൂസ് ചെയ്താൽ മതി. അത് മാത്രമല്ല, മണ്ണിനും പ്രകൃതിക്കും യാതൊരു സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഉൽപ്പന്നങ്ങളാണ് മോദിക്കറിന്റെ ഈ പറയുന്ന ഉൽപ്പന്നങ്ങൾ. മറ്റു കമ്പനികളെ അപേക്ഷിച്ച് നമുക്കുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ് നമുക്ക് ലൈവ് ഡെമോൺസ്ട്രേഷൻ ഉണ്ട്. ഒരുപാട് ഉൽപ്പന്നങ്ങൾ നഴ്സറികളിലൂടെയും മറ്റ് സ്ഥലങ്ങളിലൂടെയൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുമായിരിക്കും. നമ്മൾ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന, വിളവ് വർദ്ധിപ്പിക്കുന്ന, ചെടികൾക്ക് രോഗപ്രതിരോധ ശക്തി നൽകുന്ന, ഈൽഡ് കൂടുതൽ നൽകുന്ന, പൂക്കളും പഴങ്ങളും എല്ലാം കൂടുതൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണെങ്കിലും നമുക്കുള്ളൊരു അഡ്വാൻറ്റേജ് ആണ് നമ്മുടെ ഡെമോൺസ്ട്രേഷൻ. ഡെമോ ചെയ്ത് നമ്മൾ ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്താൻ പറ്റും എന്നുള്ളത് നമുക്കുള്ള ഒരു പ്ലസ് പോയിന്റ് ആണ്, യൂണിക് സെല്ലിംഗ് പോയിന്റ് ആണ്. വളരെയധികം സ്കോപ്പുള്ള ഒരു ഉൽപ്പന്നമാണ് ഈ ഒരു ആക്ടിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾ. നമ്മുടെ കർണാടക അല്ലെങ്കിൽ ബാംഗ്ലൂർ പോലെയുള്ള സിറ്റീസിലേക്ക് എല്ലാ അച്ചീവേഴ്സും കൂടുതൽ വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ആക്ടിവിറ്റി എന്ന് പറയുന്ന ഈ ഒരു കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങളാണ്. നിർഭാഗ്യവശാല് നമ്മൾ പലപ്പോഴും ഈ ഉൽപ്പന്നത്തെ ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പൊ ഇവിടെ നമുക്കറിയാം ധാരാളം നഴ്സറികള്
നമ്മളുടെ ചുറ്റുമുണ്ട്. ഈ അടുത്ത കാലത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് അറിയാൻ സാധിക്കും, ഇപ്പോ മിക്കവാറും ഇത്തരത്തിലുള്ള നഴ്സറികള്, അതേമാതിരി തന്നെ പച്ചക്കറികളും പൂക്കളുടെയും ഇൻഡോർ പ്ലാന്റ്സിന്റെയൊക്കെ ബിസിനസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ പോകുന്ന സ്ഥലത്തൊക്കെ പലപ്പോഴും കാണാറുണ്ട്. കൂടിക്കൊണ്ടിരിക്കുകയാണ്, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ കൂടിക്കൊണ്ടിരിക്കണേ ശരിയല്ലേ? പ്രത്യേകിച്ച് നമ്മുടെ സിറിൽ സാറൊക്കെ ഇതിന്റെ മെയിൻ ആളാണെന്ന് എനിക്കറിയാം. അദ്ദേഹം നഴ്സറിയൊക്കെ നടത്തിയിരുന്നു. ഇപ്പൊ നമ്മളിപ്പോ നിരത്തിലൂടെ പോകുന്ന സമയത്ത് ധാരാളം പുതിയ പുതിയ ഷോപ്പുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഡോർ പ്ലാന്റ്സിന്റെയും അതേമാതിരി തന്നെ തൂക്കിയിടുന്ന ചെടിച്ചട്ടികളുടെയും അല്ലെ, ഇഷ്ടംപോലെ ഇതിന്റെ ഒരു സമയമാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഈ സമയം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാവരും അതിനുവേണ്ടി തയ്യാറെടുക്കുക, നമ്മൾ ഉൽപ്പന്നത്തെ പറ്റി പഠിക്കുക. അപ്പൊ എന്തായാലും നമുക്ക് സൂമിലൂടെ ഡെമോൺസ്ട്രേഷൻ ചെയ്യുന്നതിന് ചില ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. ആ ലിമിറ്റേഷൻസിൽ നിന്നുകൊണ്ട് ഞാൻ ഉൽപ്പന്നത്തിന്റെ ഡെമോൺസ്ട്രേഷൻ ചെയ്യാൻ ശ്രമിക്കാം. ലൈവായിട്ട് കാണിക്കുന്ന പോലെ വളരെ കൃത്യമായിട്ട് നമുക്ക് കാണിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് സൂമിലൂടെ കാണിക്കാവുന്ന രീതിയിൽ ഞാൻ ഇതിന്റെ ഡെമോ കാണിക്കാൻ ശ്രമിക്കാം. അപ്പൊ എല്ലാവരും റെഡിയാണോ? യെസ് ഓർ നോ? എല്ലാവരും റെഡിയാണോ? ഓക്കെ. സാധിക്കുന്ന ആളുകളൊക്കെ കംഫർട്ടബിൾ ആണെങ്കിൽ വീഡിയോയിൽ വന്നാല് നല്ലതായിരിക്കും. കിച്ചണിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലോ പുറത്തൊക്കെ ഇടുന്നുണ്ടെങ്കിൽ വീഡിയോ ഓൺ ചെയ്യണമെന്നില്ല. കംഫർട്ടബിൾ ആണെങ്കിൽ വീഡിയോ ഓൺ ചെയ്യാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ഡെമോക്കുള്ള ടൂൾസ് എല്ലാം എടുത്തു വെക്കാം. ഓക്കെ. ഇതെല്ലാം കാണുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. നമ്മുടെ ഡെമോയ്ക്കുള്ള എന്നെ കാണണമെന്നില്ല. നമ്മുടെ ഗ്ലാസ് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. എന്നെ കാണണമെന്നില്ല. അതിന്റെ ശബ്ദം കേൾക്കല്ലോ അല്ലെ? ഓക്കെ, താങ്ക് യു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോ എന്റെ ഒരു നിർദ്ദേശം, എന്റെ റിക്വസ്റ്റ്, എല്ലാവരും തന്നെ ഈ ഡെമോൺസ്ട്രേഷൻ പഠിക്കുകയും ചെയ്യാൻ തയ്യാറാവുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഓളി നമുക്ക് ഇതിലൂടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിനോടൊപ്പം നമ്മുടെ വീടുകളിലും ധാരാളം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും അതേമാതിരി തന്നെ ചെടികളും എല്ലാം നല്ല ഭംഗിയായിട്ട് വളർത്താൻ സാധിക്കും. ഞാൻ 2 ഗ്ലാസ്സിൽ വെള്ളം എടുത്തു. ഇതിലേക്ക് നമ്മൾ 2 ഗ്ലാസ് എടുത്ത് വെള്ളം ഒഴിക്കാൻ പോകും. ഓക്കെ. വെള്ളം വീഴുന്ന കാണുന്നുണ്ടല്ലോ അല്ലെ? ഞാനത്ര ഡെമോയിലെ എക്സ്പെർട്ട് ആയിട്ടുള്ള ആളൊന്നുമല്ല, എങ്കിലും നമ്മൾ ചെയ്യണമല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ചെയ്യണം. വെള്ളം വീഴുന്നത് കാണുന്നുണ്ടല്ലോ അല്ലെ? കാണുന്നുണ്ട്. ഓക്കെ. ഏതായാലും ഒരാളോ പോയ വെള്ളം. ഓക്കെ. ഇപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് 2 ഗ്ലാസ്സിലെ ഒരേ അളവില് വെള്ളം എടുത്തു. ഒരു ഗ്ലാസ്സിലേക്ക് നമ്മൾ മോഡിഫയറിന്റെ ആക്ടിവേറ്റ് ഇത് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൊണ്ട് നമ്മുടെ ബോട്ടിലകത്തും ഗ്ലാമർ കുറവാണ്. പെട്ടെന്ന് അറേഞ്ച് ചെയ്തുകൊണ്ട് പുതിയ വാങ്ങിക്കാൻ നേരം കിട്ടില്ല. ആക്ടിവേറ്റ് കാണുന്നുണ്ടോ? ചെറിയ ബോട്ടില് ഇതിന്റെ 1/2 ലിറ്ററിന്റെ ബോട്ടിൽ വേറെ ഉണ്ട്. ഇത് പൊതുവെ കൊണ്ടു നടക്കുന്നതിനും അതേപോലെ നമുക്ക് ട്രാവൽ ചെയ്യുന്നതിനൊക്കെ എളുപ്പത്തിന് വേണ്ടിയായിട്ടുള്ളതാണ് നമ്മുടെ ഈ ഒരു ബോട്ടിൽ. ഇത് കൂടാതെ നമ്മുടെ കമ്പനിയുടെ ഡെമോൺസ്ട്രേഷൻ കിറ്റിൽ കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് ഇത് കൊണ്ടുപോകുന്നതിനുള്ള ഒരു ചെറിയ ബോട്ടിലൂടെ തന്നിട്ടുണ്ട്. ഞാൻ സാധാരണ ട്രാവലിംഗ് പോകുമ്പോൾ ഇതാണ് ഉപയോഗിക്കാറുള്ളത്. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ബോട്ടിലേക്ക് ട്രിസവിടെ കാണുന്നുണ്ടല്ലോ അല്ലെ? ഒരു ബോട്ടിലേക്ക് അല്പം ആക്ടിവേറ്റ് ഞാൻ ചേർക്കുന്നു. ഓക്കെ. അപ്പൊ ഞാൻ ഇനി ഒന്ന് മിക്സ് ചെയ്യാൻ പോവുകയാണ്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുന്നു. ഈ ഗ്ലാസ്സിൽ നമ്മൾ ആക്ടിവേറ്റ് മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ ഗ്ലാസ് പ്ലെയിൻ വാട്ടർ ആണ്. ഓക്കെ അല്ലേ? ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് സാറേ. ക്ലിയർ ആണ്. പക്ഷെ ഞാൻ ഈ അടുത്ത് എടുത്തിരിക്കുന്നത് 2 കാർഡ്ബോർഡിന്റെ പീസ് ഉണ്ട്, കണ്ടില്ലേ? 2 കാർഡ്ബോർഡിന്റെ പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് 2 പീസും 2 ഗ്ലാസ്സിലേക്കും ഞാനൊന്ന് ഡിപ്പ് ചെയ്യും. ഓക്കെ. ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചാൽ ക്ലിയർ ആവില്ല. അതുകൊണ്ട് ഓപ്പൺ ചെയ്തില്ല, ജസ്റ്റ് ഒന്ന് മുക്കി കാണിക്കാം. ഓക്കെ. എല്ലാവരും ശ്രദ്ധിക്കുക. ഒരേമാതിരി 2 ഞാൻ മുക്കിയിട്ടുണ്ട്. ഓക്കെ. എടുക്കാൻ പോകുന്നു. ഇതില് എന്തെങ്കിലും തമ്മിലുള്ള വ്യത്യാസം കാണുന്നുണ്ടോ? എന്റെ വലത്തെ കയ്യിലുള്ളതില് ഡീപ്പർ ലെവലില് വെള്ളം ശരിക്കും നിറഞ്ഞിട്ടുണ്ട്. മറ്റേ ലെഫ്റ്റ് സൈഡിലുള്ളത് അധികം
നനഞ്ഞിട്ടില്ല. നനഞ്ഞിട്ടില്ല. ഓക്കെ, ഞാനത് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല, കാരണം അത് സൂമില് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോ അതായത് നമ്മൾ ആക്ടിവേറ്റ് ഇട്ട ആ പ്രതലത്തിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വളം ചേർന്ന വെള്ളം അല്ലെങ്കിൽ വെള്ളം നല്ല രീതിയിൽ സ്പ്രെഡ് ആവുകയും ചെടികൾക്ക് അതിന്റെ വേരുകൾക്ക് നല്ല രീതിയിൽ ഓടാനായിട്ട്, കാരണം നമുക്കറിയാം വേരുകളിൽ നടക്കുന്ന ട്രീറ്റ്മെന്റിന്റെ റിസൾട്ടാണ് നമുക്ക് ഫ്രൂട്ട്സിൽ ഉണ്ടാകുന്നത്, അല്ലെ? കേട്ടിട്ടില്ലേ? നമുക്ക് ഫ്രൂട്ട്സ് അതെ. വേണമെന്നുണ്ടെങ്കിൽ എവിടെ വർക്ക് ചെയ്യണം എന്ന് പറയാനുള്ളത്? ഫ്രൂട്ട്സ് വേണമെങ്കിൽ എവിടെ വർക്ക് ചെയ്യേണ്ടത്? ഫ്രൂട്ട്സിൽ വർക്ക് ചെയ്യണം, വേരിൽ വേണ്ടേ? നോക്കണം. അപ്പൊ വേരുകള് നല്ല രീതിയിൽ സ്പ്രെഡ് ആകുന്നതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് മണ്ണിൽ ശരിക്കും അലിഞ്ഞു ചേരുന്നതിനൊക്കെ സഹായിക്കും. ഇപ്പൊ നമ്മൾ ഹാഫ് ഡെമോയാണ് കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ഡെമോ കാണിക്കുന്നത് ഇത് നമുക്കറിയാലോ ഏതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഈ പ്രൊഡക്റ്റ് ടാൽക്കം ഏതാണ്? പൗഡർ. ടാൽക്കം പൗഡർ. ഏതാണ് ബ്രാൻഡ് ഏതാണ്? ഡ്രീംസ് എസെൻഷ്യൽ ഡ്രീംസ്. അപ്പൊ ഓക്കെ, അപ്പോ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ നിർബന്ധമായിട്ടും ഈ ഡ്രീം ടാൽക്ക് തന്നെ സെലക്ട് ചെയ്യണം. കാരണം ഇത് ഏറ്റവും മൈൽഡ് ആയിട്ടുള്ള ടാൽക്കാണ്. ഡെമോൺസ്ട്രേഷൻ വേണ്ടിയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ പിങ്ക് ആണ്. ഗ്രീൻ ഉപയോഗിക്കാതിരിക്കുക. ക്ലിയർ അല്ലേ മേഡം? യെസ്, ക്ലിയർ. ഓക്കെ ഓക്കെ, ഇനിയിപ്പോ ഞാൻ ചെയ്യാൻ പോകുന്നത് 2 ഗ്ലാസ്സിലേക്കും ടാൽക്കം പൗഡർ ഇടാൻ പോകുന്നു. ഓക്കെ, ആദ്യം ഇടുന്നത് ഞങ്ങൾ മാർക്കറ്റ് പ്രൊഡക്റ്റിലാണ്. മാർക്കറ്റ് പ്രൊഡക്റ്റ് അല്ല, സാധാരണ വെള്ളത്തിൽ. ഓക്കെ, സാധാരണ വെള്ളത്തിലേക്ക് ടാൽക്കം പൗഡർ ഇടുന്നു. കാണുന്നുണ്ടല്ലോ, പൗഡർ കാണുന്നുണ്ടല്ലോ? യെസ്, കാണാം. ഓക്കെ, ഇത് ആക്ടിവേറ്റ് ചെയ്ത ഗ്ലാസ് ആണ്. ഇതിലേക്ക് ടാൽക്കം പൗഡർ ഇടുന്നു. എന്താണ് കാണുന്നത്? പറയാമോ? റെസ്പോണ്ട് ചെയ്യാമോ? ആ ആക്ടിവേറ്റ് അല്ല, ഇതിനകത്തോട്ട് പൗഡർ ആഴത്തിൽ ഇറങ്ങി ചെന്ന് ഓക്കെ മറ്റേ മറ്റേ നിശ്ചലമായിട്ട് കിടക്കണേ. ഓക്കെ ഓക്കെ സിനിൽ സർ, താങ്ക് യു. അതായത് പ്ലെയിൻ വെള്ളത്തിലിട്ട ടാൽക്കം പൗഡർ അതേമാതിരി തന്നെ പൊന്തി കിടക്കുന്നു, അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. അതേമാതിരി മീതെ കിടപ്പുണ്ട്. ഓക്കെ, അപ്പൊ അതേസമയം നമ്മൾ ഇവിടെയുള്ള അത് ടാൽക്കം മിക്സ് ആയി. പൗഡർ മിക്സ് ആയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, മിക്സ് ആയി. ഇനി അങ്ങനെ ഇളക്കിയോണ്ട് വലിയ കാര്യമൊന്നുമില്ല, അത് ഒരിക്കലും വെള്ളത്തിൽ മിക്സ് ആവില്ല, ഉണ്ടല്ലേ? ഏറ്റവും മേലെ തന്നെ കിടക്കേണ്ട ടാൽക്കം പൗഡർ. അതേസമയം ഇത് മിക്സ് ആയിക്കൊണ്ടിരിക്കുന്നു. മറ്റുള്ളവരൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലെ? 2-3 ശബ്ദമൊക്കെ കേൾക്കുന്നു. കാണുന്നുണ്ട് സാറേ, കാണുന്നുണ്ട്. കാണുന്നുണ്ട് സാർ, നന്നായിരിക്കുന്നു. കാണുന്നുണ്ട്. അപ്പൊ കൈയടിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഇത് മാറ്റിയിട്ട് ഞാൻ സംസാരിക്കാം, ഇതിന്റെ പേര് സംസാരിക്കാം. ഓക്കെ, ഇതില് പറയാനുള്ളത്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മളെല്ലാവരും ഭക്ഷണം എങ്ങനെയാ കഴിക്കുന്നത്? ചവച്ചരച്ചല്ലേ കഴിക്കുന്നത്. നമ്മൾ കഴിക്കുന്ന ചപ്പാത്തി ആയാലും ചോറൊക്കെ നമ്മൾ ചവച്ചരച്ചാണ് കഴിക്കാറുള്ളത്, അല്ലേ? ശരിയല്ലേ? അപ്പൊ അതേസമയം നമ്മുടെ ചെടികൾക്ക് പല്ലുണ്ടോ അനീഷ മേഡം? ചെടികൾക്ക് പല്ലുണ്ടോ? ഇല്ല. ചെടികൾക്ക് പല്ലില്ല. അപ്പൊ ചെടികൾക്ക് ഒരിക്കലും ഭക്ഷണം ചവച്ചരച്ച് കഴിക്കാനായിട്ട് സാധിക്കില്ല, അല്ലെ? അപ്പോ ശരിക്കും വേണ്ടത്, നമ്മൾ പണ്ട് കുട്ടികൾക്കൊക്കെ എങ്ങനെയാണ് ഭക്ഷണം നമ്മൾ കൊടുത്തിരുന്നത്? ചെറുപ്രായത്തില് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ എങ്ങനെ കൊടുത്തിരുന്നത് കുട്ടികൾക്ക് ഭക്ഷണം? നല്ലപോലെ അരിഞ്ഞിട്ട് രൂപത്തിൽ കൊടുക്കും. നല്ലപോലെ അല്ലെ, അലിയിച്ച് കുഴമ്പ് രൂപത്തിലാക്കി കൊടുക്കും, അല്ലെ? ശരിയല്ലേ? എന്ന് പറയുന്ന പോലെ നമ്മുടെ ചെടികളെല്ലാം തന്നെ ആരാണ്? പിഞ്ചു കുഞ്ഞുങ്ങളാണ്, കുട്ടികളാണ്. അപ്പൊ അവർക്ക് വേണ്ടത് നേരത്തെ പറഞ്ഞ കുഴമ്പ് രൂപത്തിലാണ്. സാധാരണ നമ്മൾ മറ്റു യൂറിയ അല്ലെങ്കിൽ ചാണകപ്പൊടി പോലെയുള്ള പൗഡർ രൂപത്തിലുള്ള വളങ്ങൾ നമ്മൾ ചെടികൾ ചുവട്ടിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത്, വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അത് ശരിയായ രീതിയിൽ വെള്ളവുമായിട്ട് ചേർന്ന് ചെടികൾക്ക് വലിച്ചെടുക്കാവുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ അതേസമയം നമ്മൾ ആക്ടിവേറ്റ് ചേർത്ത വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ ഇട്ട് കൊടുക്കുന്ന പൊടി രൂപത്തിലുള്ള പൗഡർ രൂപത്തിലുള്ള ഈ പറയുന്ന വളങ്ങള് വെള്ളവുമായിട്ട് ശരിക്കും ചേർന്ന് മിക്സായി ആ വേരുകളിലേക്ക് മണ്ണിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് കൊണ്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങള് ശരിയായ രീതിയിൽ വലിച്ചെടുക്കുന്നതിനും ആ വളം ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ പൂക്കളും കൂടുതൽ കായ്ഫലങ്ങളും ഇങ്ങനെ വിളവ് വർദ്ധിപ്പിക്കുന്നതിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ആക്ടിവേറ്റ്. ഈ ആക്ടിവേറ്റിയുടെ പ്രത്യേകത, ഇതൊരു ന്യൂട്രൽ പ്രോഡക്റ്റ് ആണ്, ഇതൊരു ബൂസ്റ്ററാണ്. എന്തിന്റെ കൂടെ ഇത് ചെയ്യുന്നവോ അതിന്റെ പെർഫോമൻസ് വർദ്ധിപ്പിക്കുന്ന ഒരു ഡ്യൂട്ടിയാണ് ആക്ടിവേറ്റ് ചെയ്യാറുള്ളത്. അപ്പൊ അതില് നമുക്ക് ഉപയോഗിക്കാവുന്നത്, ഒന്ന് ഞാൻ പറഞ്ഞു, പൗഡർ രൂപത്തിലുള്ള
വളങ്ങൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് അതിന്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ പറയുന്ന പൗഡർ രൂപത്തിലുള്ള വളങ്ങളൊക്കെ ശരിക്കും മിക്സ് ആവുന്നു. അപ്പൊ അതേമാതിരി നമ്മളെല്ലാവരും കളനാശിനികൾ നമ്മൾ ചെടികളിൽ സ്പ്രേ ചെയ്യാറുണ്ട് അല്ലെ? യെസ് ഓർ നോ? കളനാശിനികൾ, കീടനാശിനികൾ, ജൈവ കീടനാശിനികളൊക്കെ നമ്മൾ ചെടികളുടെ ഇലകളിൽ സ്പ്രേ ചെയ്യാറുണ്ട്, ശരിയല്ലേ? അതെ. ഓക്കെ. അപ്പൊ അതിനോടൊപ്പം ആക്ടിവേറ്റ് നമ്മൾ ചേർത്ത് തളിക്കുന്ന സമയത്ത് ഇതിന് ചെറിയൊരു പശയുള്ള, കഞ്ഞിവെള്ളം പോലൊരു പശ ഉള്ളതുകൊണ്ട് നമ്മൾ തളിച്ചു കൊടുക്കുന്ന ഈ കളനാശിനി ഇലകളിൽ നിന്ന് ഒഴുകി പോകാതെ അതിൽ പിടിച്ചു നിൽക്കുന്നു, സ്പ്രെഡായിട്ട് പിടിച്ചു നിൽക്കുന്നു. അത് ഇലയുടെ താഴെയും അതേമാതിരി തന്നെ അടിഭാഗത്തൊക്കെ നന്നായിട്ട് പിടിച്ചു നിൽക്കുന്നതുകൊണ്ട് ഈ പറയുന്ന വെള്ളീച്ച പോലെയുള്ള തരത്തിലുള്ള പ്രാണികളുടെ ശല്യങ്ങളൊന്നും ഉണ്ടാകില്ല. അപ്പൊ അങ്ങനെ നമുക്ക് കളനാശിനിയുടെ കൂടെ നമുക്ക് യൂസ് ചെയ്യാം, വളങ്ങളുടെ കൂടെ നമുക്ക് യൂസ് ചെയ്യാം, ജലസേചനത്തിനും നമുക്ക് യൂസ് ചെയ്യാം. അതായത് വെള്ളം നല്ല രീതിയിൽ മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങി ചെടികളുടെ വേരുകൾ നല്ല ആഴത്തിലേക്ക് ഓടുന്നതിനും കൂടുതൽ നേരം ഈർപ്പം അതല്ല ജലാംശം നിലനിർത്തുന്നതിനെ ഇത് സഹായിക്കും. അപ്പോ വേനൽ സമയങ്ങളിലൊക്കെ കൂടുതൽ സമയം ഈർപ്പം നിലനിർത്തി ചെടികൾക്ക് നല്ല രീതിയിൽ വളരുന്നതിനും ഈ ആക്ടിവേറ്റ് നമ്മളെ സഹായിക്കും. അപ്പൊ ആക്ടിവേറ്റിയുടെ പ്രത്യേകത നേരത്തെ പറഞ്ഞ പോലെ ഇത് വെറ്ററാണ്, സ്പ്രെഡറാണ്, ആക്ടിവേറ്ററാണ് അല്ലെ? വെറ്ററാണ്, സ്പ്രെഡറാണ്, ആക്ടിവേറ്ററാണ്. 3 കാര്യങ്ങൾക്ക് വേണ്ടിയായിട്ട് നമുക്ക് ആക്ടിവേറ്റ് ഉപയോഗിക്കാം. ആക്ടിവേറ്റഡ് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫോമാണ് ആക്ടിവേറ്റ് ഗോൾഡ്. അത് കുറച്ചും കൂടി എഫക്റ്റീവ് ആണ്, കുറച്ചും കൂടി ഓർഗാനിക് ആണ്. ഓക്കെ. അപ്പൊ ആക്ടിവേറ്റിക്ക് 2 ഫോമുണ്ട്, ആക്ടിവേറ്റിയുടെ ആക്റ്റീവ് ഗോൾഡും ഉണ്ട്. അപ്പൊ അതേമാതിരി ആക്റ്റീവ് സൈമും ആക്റ്റീവ് മാക്സും സീവീഡ് എക്സ്ട്രാക്ട് എന്ന് പറയും. അതായത് കടൽപ്പായലിൽ നടക്കുന്ന വൈറ്റമിൻസ് ഒക്കെ ചേർന്ന് ചെടികളെ കൂടുതൽ പുഷ്പിക്കാനും കായ്ഫലങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് സഹായിക്കുന്നതാണ് ആക്റ്റീവ് സൈമും ആക്റ്റീവ് മാക്സും. അതിനെപ്പറ്റി ജെറീന മോൾ ഇനി പറയുമായിരിക്കും. ഏതാണ്ട് 1 ലിറ്ററിൽ 1 ml എന്ന രീതിയിൽ മാത്രം നമുക്കിത് ചേർത്താൽ മതി. വളരെ വളരെ കോൺസെൻട്രേറ്റഡ് ആണ്. 1 ലിറ്ററിൽ 1 ml. 1 ml എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോ നോനിൻ ജ്യൂസും അലോവേറ ജ്യൂസും കഴിക്കുന്ന ആൾക്കാരാണ്. അത് സാധാരണ 30 ml ആണ് അല്ലെ? അത് മാക്സിമം നമ്മൾ കഴിക്കാൻ പറയാറുള്ളത് പൊതുവെ 15 ml, 30 ml, 20 ml. അപ്പൊ 1 ml എന്ന് പറയുമ്പോൾ വളരെ ഏതാണ്ട് ഡ്രോപ്സ് മാത്രം മതി. അപ്പോൾ 1 ബോട്ടിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാലം ഉപയോഗിക്കാം. ഞാൻ 1/2 ലിറ്റർ ആക്ടിവേറ്റ്, ആക്റ്റീവ് മാക്സ്, ആക്റ്റീവ് ആക്റ്റീവ് സൈം, ആക്ടിവേറ്റ് 3 ഐറ്റം 1/2 ലിറ്റർ മേടിച്ച് എനിക്ക് ഒരു 3 കൊല്ലങ്ങളായിട്ടുണ്ട്. 3 കൊല്ലമായിട്ട് ഇപ്പോഴും തീർന്നിട്ടില്ല. 3 വർഷമായിട്ട് ഇപ്പോഴും തീർന്നിട്ടില്ല. അപ്പൊ അത്രയ്ക്ക് ലാഭകരമായിട്ട് ഉപയോഗിക്കാം, വളരെ കോൺസെൻട്രേറ്റഡ് ആണ്. അപ്പോ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് നിങ്ങളുടെ കൃഷിയൊക്കെ ഡെവലപ്പ് ചെയ്യുക, പച്ചക്കറികൾ വളർത്തുന്നതിനോടൊപ്പം ചെടികൾ വളർത്തുക. അപ്പൊ നമുക്ക് നല്ല മാനസിക സന്തോഷം ലഭിക്കുന്നതിനും അല്ലെ നമുക്കൊരു വിശ്രമാവസ്ഥ സൃഷ്ടിക്കുന്നതിനും അതിലുണ്ടാകുന്ന ഫലങ്ങൾ അല്ലെ കണ്ട ഒരു മാനസിക സന്തോഷം ലഭിക്കുന്നതിനും പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ച് നല്ല പച്ചക്കറികൾ അല്ലെ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിച്ച് അത് കഴിക്കുമ്പോഴുള്ള ഒരു ആനന്ദം, അത് പ്രത്യേക ആനന്ദം തന്നെയാണ്, ശരിയല്ലേ? അപ്പൊ പ്രത്യേകിച്ച് ഇപ്പോ ഒരു അധികം ഇല്ലെങ്കിൽ പോലും നമുക്കിപ്പോ സിമ്പിളായിട്ട് പറഞ്ഞ സാമ്പാർ പോലെ അവിയൽ പോലെയൊക്കെയുള്ള ഉൽപ്പന്നം ഉണ്ടാക്കുമ്പോൾ എല്ലാം മിക്സ് ചെയ്യുമ്പോൾ മിക്കവാറും എല്ലാം കൂടി ചേർന്ന് ആവശ്യത്തിനുള്ളതുണ്ടാവും. മിക്കവാറും വീട്ടിൽ അങ്ങനെ ചെയ്യാറുള്ളത്. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ ആക്ടിവേറ്റ് ചെയ്യും, ആക്റ്റീവ് സൈമ, ആക്റ്റീവ് മാക്സ് ഉപയോഗിച്ച് കൃഷി നല്ല രീതിയിൽ ചെയ്യുക, സ്വന്തമായിട്ട് പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുക. നമ്മളെ ജിനീഷ് സാറ്, നമ്മുടെ ഏരിയ സെയിൽസ് മാനേജറും ഈ അടുത്ത് ഇതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ജോമേഷ് സാറ് ചെയ്യുന്നുണ്ട്. ഇവരുടെ ട്രെയിനിങ്ങുകൾ നമുക്ക് ലഭ്യമാണ്. ഇത്രയുമാണ് എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഇനി സമയം അനുവദിക്കുകയാണെങ്കിൽ കൂടുതൽ സംസാരിക്കാം. അപ്പോൾ ഡെമോൺസ്ട്രേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പൊ എല്ലാവരും ഡെമോൺസ്ട്രേഷൻ ചെയ്യാൻ തയ്യാറാകുക. ഇത് ടച്ച് ആൻഡ് ഫീൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇതൊന്നും മറ്റു കമ്പനികൾക്ക് ഇല്ലാത്തതാണ്. അപ്പൊ എല്ലാവരും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കട്ടെ. ചെയ്തില്ലേ? എല്ലാവരും ചെയ്യില്ലേ? ഹലോ. ഓക്കെ. അപ്പോ ഓവർ ടു യു ജെറീന മോൾ. അപ്പൊ പിന്നീട് ഞാൻ സമയമുണ്ടെങ്കിൽ സംസാരിക്കാം. അപ്പൊ എല്ലാവർക്കും പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്. ജയ് മോദിക്ക്. താങ്ക് യു. ഓക്കെ, താങ്ക് യു ജോളി സാർ. അപ്പോ നമ്മളുടെ ഗ്രേറ്റ് ലീഡർ ജോളി സേവ്യർ സാറ് നമ്മുടെ ആക്ടിവേറ്റിയും ആക്റ്റീവ് സൈമും ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളോട് സംസാരിച്ചത്. ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ ഉൽപ്പന്നങ്ങളിലൂടെയാണ് സാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, സാറിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരിച്ചിരി സ്ഥലത്ത് വളരെ വിശാലമായിട്ടാണ് അവിടെ കൃഷി ഒരുക്കിയിരിക്കുന്നത്. മട്ടുപ്പാവിലെ കൃഷി എന്ന് പറയുന്നത് സക്സസ് ആയിരിക്കുന്നതും നമ്മളുടെ ഈ ഒരു മോദി കെയർ പ്രൊഡക്ട്സിന്റെ ഒരു ഹൈലൈറ്റ് കൊണ്ട് തന്നെയാണ് അത്രയേറെ കൃഷി അദ്ദേഹം ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു പേരക്ക പോലുള്ള ഉൽപ്പന്നങ്ങൾ പോലും അവിടെ ഉൽപ്പാദിക്കപ്പെടുന്നുണ്ട്. അപ്പോ നമ്മളൊക്കെ അത് ശരിക്കും സാറ് റോൾ മോഡൽ തന്നെയാണ്. മോദി കെയറിൽ മാത്രമല്ല, സ്വന്തം വീട്ടില് ഒരുപാട് വിഷം കലർന്ന പച്ചക്കറികൾ ഉപയോഗിക്കാതെ
നല്ല മായമില്ലാത്ത ഉൽപ്പന്നങ്ങള് ഓർഗാനിക് ആയിട്ട് ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ജോണി സാറ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ തക്കാളിയൊക്കെ ഉണ്ടായിരിക്കുന്ന കാണാൻ തന്നെ ഒരു ഭയങ്കര ഒരു ഐശ്വര്യമാണ്. നമ്മൾ എന്തിനാണ് കൃഷിയിലേക്ക് മടങ്ങേണ്ടത് എന്ന് നമുക്കൊരു ചോദ്യചിഹ്നം ഉണ്ട് അല്ലെ? ഇന്നത്തെ ഈ കാലയളവില് സമയമില്ല, ആർക്കും സമയമില്ലാത്ത ഈ കാലഘട്ടത്തില് എന്തിന് കൃഷിയിലേക്ക് മടങ്ങണം എന്ന് പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോ എന്തിന് കൃഷിയിലേക്ക് മടങ്ങണം എന്ന് ചിന്തിക്കുമ്പോ അത് ഒന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു വീഡിയോ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുകയാണ്. ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും എന്തിന് കൃഷിയിലേക്ക് മടങ്ങണം എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇപ്പൊ തന്നെ ആ വീഡിയോ ഷെയർ ചെയ്യുന്നതായിരിക്കും. ചെറിയൊരു നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ്. അപ്പോ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് വേറെ ആരെങ്കിലും നമ്മളുടെ ഈ സൂം പ്രോഗ്രാമിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തങ്ങളുടെ അഭിപ്രായം കൂടി ഷെയർ ചെയ്യാവുന്നതാണ്. ആരെങ്കിലും ഇത് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ ആരെങ്കിലും ഉണ്ടോ നമ്മുടെ ഈ ഒരു സൂം പ്രോഗ്രാമിൽ? ഉണ്ട് മേഡം, ഫിലി മേഡം. യെസ്. കാന്താരി മുളകില് ഞാൻ ആക്ടിവേറ്റ് കുറച്ച് വെള്ളം കൂട്ടി ഒരു തുള്ളി ഒഴിച്ച് അര ബക്കറ്റ് വെള്ളത്തിൽ ഒഴിച്ച് കാന്താരി മുളകിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും മണ്ണിന്റെ അടിയിലേക്ക് കിളച്ച് കുറച്ച് അതിന്റെ ചുറ്റിൽ ഒഴിച്ചു കൊടുത്ത് മണ്ണിട്ട് മൂടി അത് ഒരാഴ്ച ഒരു 10-12 ദിവസം ആകുമ്പോഴത്തേനും പൂവിട്ട് കായ്ക്കാതെ അതങ്ങനെ ഉണങ്ങി നിന്നിരുന്നായിരുന്നു. പൂവിട്ട് കാന്താരി മുളക് നിറച്ചുമായി. ഒരു 3-4 വീട്ടുകാർക്ക് ഓരോ കൈ കൊണ്ടുപോയി അനിയത്തികളൊക്കെ. അപ്പൊ ഇപ്പോഴും ഉണ്ട് ആ കാന്താരി മുളക് പച്ചച്ച് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ കപ്പങ്ങ ഇഷ്ടം പോലെ തുരാന്നും പറഞ്ഞ് കപ്പങ്ങ കുത്തിയിട്ട് ഇപ്പൊ എല്ലാരും പറഞ്ഞു അത് ഇടയിന്നൊന്ന് കുത്തി കൊടുക്കുക, ഇത് വളരാനുള്ള സ്ഥലമില്ല അത് പറഞ്ഞു. എന്നിട്ടിപ്പോ ഞങ്ങള് മേലത്തെ റൂമിൽ പോയിട്ട് കുത്തി കൊടുത്ത് ഇപ്പൊ കുറച്ച് വലുതായി കൊണ്ടിരിക്കുന്നു കപ്പങ്ങ. അപ്പൊ അങ്ങനെ കരിവേപ്പില മുളയ്ക്കാതെ ഇരുന്നതാണ് കരിവേപ്പില. അപ്പൊ 3 തൈ നല്ലോണം വളർന്ന് കുറച്ച് ഒരു പൊക്കം വെച്ച് വന്നിട്ടുണ്ട്. 3 കരിവേപ്പിലയും തളിരിട്ട് തുടക്കി. മുരിങ്ങയില കൊമ്പ് എത്രയോ 6-7 കൊമ്പോളം വെച്ചിരുന്നു, അതൊന്നും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ അതൊരു 15-16 ദിവസത്തോളായി പൊടിഞ്ഞു വരുന്നേ ഉള്ളൂ മുരിങ്ങ കൊമ്പ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു മാഡം. ഓക്കെ, താങ്ക് യു മാഡം. കാരണം ഈ ആക്ടിവേറ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരുപാട് കൃഷി നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്തിനു നമ്മൾ കൃഷി ചെയ്യണം? ഈ കൃഷി ഇപ്പൊ നമുക്കിവിടെ മോളി മാഡം മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഒരു മിനിറ്റ്. ബ്യൂട്ടിഫുൾ റോസ് ഫ്ലവർ ഉണ്ടായി ആക്ടിസൈം യൂസ് ചെയ്തിട്ട്. നന്നായിട്ട് റോസാപ്പൂക്കൾ ഉണ്ടായതായിട്ട് നമ്മുടെ മോളി മിസ് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. താങ്ക് യു മാഡം. അപ്പോ താങ്ക് യു നിഷ മാം. അപ്പോ നമുക്കിനി നമ്മൾ എന്തിന് കൃഷിയിലേക്ക് മടങ്ങണം? നമ്മളിങ്ങനെ സ്പീഡായിട്ട് അല്ലെ, ഇന്ന് ആർക്കും സമയമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ എന്തിനാണ് ഈ ഒരു കൃഷി? എല്ലാം ഇൻസ്റ്റന്റ് ആണ്. ഒരു വിരൽത്തുമ്പിൽ എല്ലാം നമ്മുടെ വീട്ടുമുറ്റത്ത് എത്തുന്ന, അടുക്കളയിലേക്ക് എത്തുന്ന ഒരു രീതിയിൽ ജീവിക്കുമ്പോൾ എന്തിന് കൃഷിയിലേക്ക് മടങ്ങണം എന്നുള്ള ഒരു ഓർമ്മക്കുറിപ്പ് എന്നതുപോലെ ഒരു ഷോർട്ട് വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓക്കെ. കർഷക ദിനമൊക്കെ ആഘോഷിക്കുമ്പോഴും തമിഴ്നാട്ടിൽ നിന്ന് വിഷം കലർന്ന പച്ചക്കറികൾ എത്തുന്നത് തടയാനുള്ള ശ്രമം പരാജയപ്പെടുകയാണ്. തമിഴ്നാട്ടിലെ പച്ചക്കറി പാടങ്ങളിൽ ഉപയോഗിക്കുന്നത് രാജ്യത്ത് നിരോധിച്ച ഉഗ്ര കീടനാശിനികളാണ്. നിരോധിത കീടനാശിനികൾ വിൽക്കാൻ ഏജന്റുമാരുമുണ്ട്. തമിഴ്നാട് സുന്ദരപാണ്ഡ്യപുരത്തെ കീടനാശിനി കടകളിൽ നിന്ന് മാതൃഭൂമി ന്യൂസ് സംഘത്തിനും ലഭിച്ചു ഇത്തരം നിരോധിത കീടനാശിനികൾ. മാതൃഭൂമി ന്യൂസ് അന്വേഷണ പരമ്പര ആരംഭിക്കുകയാണ്. വിഷം വിൽക്കുന്നവർ. മലയാളികളെ ഓണമുട്ടിക്കാൻ തമിഴ്നാട്ടിലെ പച്ചക്കറിപ്പാടങ്ങൾ ഒരുക്കത്തിലാണ്. സ്ഥിരമായി വിഷപച്ചക്കറി എത്തുന്നു എന്ന ആരോപണം നിലനിൽക്കുന്ന പാടങ്ങൾ ആണിത്. അവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? സുന്ദരപാണ്ഡ്യപുരത്തെ പാടത്ത് ഞങ്ങൾ ആദ്യം കണ്ടത് നിരോധിച്ചതും നിരോധിക്കാത്തതുമായ ഒട്ടേറെ കീടനാശിനികളുടെ കുപ്പികൾ. ഈ കീടനാശിനികളെല്ലാം തന്നെ ഇവിടുത്തെ പച്ചമുളകിലും വെണ്ടയിലും പടവലത്തിലും എല്ലാം ഉപയോഗിക്കുന്നവയാണ്. അവയെല്ലാം നമ്മുടെ കേരളത്തിലേക്ക് വരുന്നതുമാണ്. ഈ കീടനാശിനികൾ ഉപയോഗിച്ചാൽ യാതൊരു പ്രശ്നവുമില്ലെന്നാണ് കർഷകരുടെ വാദം. അതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിലായി ഞങ്ങൾ. തമിഴ്നാട്ടിലെ ഒരു കർഷകൻ പറഞ്ഞതനുസരിച്ച് അയാളുടെ വാഹനത്തിന് പിന്നാലെ കീടനാശിനി കടയിലേക്കുള്ള യാത്രയിലാണ്.
നിരോധിക്കപ്പെട്ട എല്ലാ സാധനങ്ങളും ഇവിടെ ലഭിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ വാഗ്ദാനം. രാജ്യത്ത് നിരോധിച്ചടക്കം എല്ലാത്തരം കീടനാശിനികളും ഇവിടെയുണ്ട്. കീടങ്ങളെ തുരത്താൻ ഉപയോഗിക്കുന്നതാണ് ഫോറേറ്റ് എന്ന നിരോധിത കീടനാശിനി. ചുവപ്പ് ലേബലിലുള്ള ഈ കീടനാശിനി രാജ്യത്ത് ഒരിടത്തും ഉപയോഗിക്കരുതെന്നാണ് ചട്ടം. എന്നാൽ ഇത് ഇവിടെ സുലഭം. இது வந்து போரட்னு சொல்லுவோம். ഇത് വാഴയ്ക്ക് ഉപയോഗിക്കുക. இது வந்துட்டு வண்டு அந்த மாதிரி அத மாதிரி எடுத்து இதை போட்டு விடுவாங்க. அதே மாதிரி எறும்பு இதுல வந்து ஹெவி ஸ்மெல் இருக்கும், பயங்கரமா ஸ்மெல் இருக்கும். ഈ കീടനാശിനി ആരൊക്കെ ഉപയോഗിക്കരുത് എന്നുള്ള നിർദ്ദേശവും ഏജന്റ് നൽകി. அதே மாதிரி மார்னிங் போட்டா 1 டே ஃபுல்லா மேக்ஸிமம் ஃபீல்டுக்குள்ள போகாம இருக்கிறது நமக்கு நல்லது. ഹൈലി പോയിസൺ സ്മെൽ அதிகமா இருக்கும். ഇത്തരം കീടനാശിനികൾ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ ചൂടുവെള്ളത്തിൽ കഴുകി ഉപയോഗിച്ചാൽ മതിയെന്നും ഏജന്റിന്റെ മുന്നറിയിപ്പ്. லைட் ஹாட் வாட்டர் அதில் வந்து எந்த வெஜிடபிளாக இருந்தாலும் ஒரு 5 மினிட்ஸுக்கு போட்டுட்டு அதுக்கப்புறம் நம்ம அதை வந்து கன்சியூம் பண்ணோம்னா இதோட டாக்ஸிக் லெவல் வந்து கம்ப்ளீட்டாக குறைஞ்சிடும். കേരളത്തിൽ നിരോധിച്ച എല്ലാ കീടനാശിനികളും ഈ പച്ചക്കറിപ്പാടകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നതിൻ്റെ ഉത്തമ തെളിവാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ നിരോധിത കീടനാശിനികൾ. ഇത്രയും മാരകമായ കീടനാശിനികൾ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ കഴിക്കുന്ന മലയാളികളുടെ ആരോഗ്യാവസ്ഥ എന്തായിരിക്കും? സർക്കാർ കണ്ണു തുറക്കണം. സുന്ദരപാടിപുരത്ത് നിന്ന് ക്യാമറമാൻ ഷനാസ് ഫരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്. ഓക്കെ, നമ്മളിങ്ങനെ ഒരു കാലഘട്ടത്തില് നമ്മൾ കേരളത്തിൽ ജീവിച്ചു വരുമ്പോ നമ്മൾ ചിന്തിക്കേണ്ടത്, അതിൽ പറയുന്നത് പോലെ തന്നെ നമുക്കറിയാം മലയാളികൾക്കാണ് ഏറ്റവും കൂടുതൽ മാരകമായ അസുഖങ്ങളുമായിട്ട് മല്ലിടുന്നത്. ഹോസ്പിറ്റലുകളുടെ എണ്ണം കൂടുന്നതും കേരളത്തിൽ തന്നെ. അപ്പോ നമ്മൾ ഇനിയും പിന്തിരിഞ്ഞു നോക്കി സ്പീഡിന്റെ പുറകെ പോകാതെ, സമയത്തിന്റെ പുറകെ പോകാതെ, നമ്മൾ കുറച്ച് സമയമെങ്കിലും ഇവിടെ കൃഷിക്കായിട്ട് മാറ്റിവെച്ച്, നമുക്കിവിടെ പ്രൂവ്ഡ് ആണ്, നമ്മളുടെ ഈ ഗ്രൂപ്പില് 10-30 പേരുണ്ട്. അതിലൊരു വ്യക്തി നമ്മുടെ ഗ്രേറ്റ് ലീഡർ ജോളി സേവ്യർ സാറ്, ഒരുപാട് തിരക്കുള്ള വ്യക്തി, നമുക്കെല്ലാം വേണ്ടി ഒരുപാട് ബിസിനസ് പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്യുകയും നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജോളി സേവ്യർ സാറ് പോലും ആ ഒരിച്ചിരി സ്ഥലത്ത് ഒരുപാട് കൃഷി ചെയ്ത് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോ നമ്മളും ഇനി മടങ്ങേണ്ടത് അത്യാവശ്യം തന്നെയാണ്. നമ്മളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ചെറിയ ഒരു 5-10 ഗ്രോ ബാഗോ ചെടിയോ ഒക്കെ വാങ്ങിച്ചിട്ട് നമുക്കും ചെയ്യാവുന്നത് തന്നെ. ഇവിടെ നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ മോദി കെയർ ഉൽപ്പന്നങ്ങൾ കൂടി ഉള്ളതിപ്പോൾ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. നല്ല വിളവ് നമുക്ക് കിട്ടുന്നുണ്ട് മോദി കെയറിന്റെ ആക്ടിസൈം, ആക്ടിമാക്സ്, ആക്ടിവേറ്റി ഒക്കെ ഉപയോഗിച്ച് വരുമ്പോൾ. കാരണം ഇത് ഉപയോഗിക്കുന്നത് വളരെ കുറവ് മതി. ഒപ്പം തന്നെ നമുക്കറിയാം ഈ ആക്ടിവേറ്റി ഒക്കെ നമ്മൾ നനവ് നിലനിർത്താനായിട്ട് ജോളി സാറ് പറഞ്ഞതുപോലെ സ്പ്രെഡർ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല വെയിൽ വരുന്ന ഈ ഒരു സമയങ്ങളിൽ എല്ലാവരും പറയും രാവിലെ നനച്ചിട്ട് പോയാലും അത് വരുമ്പോൾ ഉണങ്ങി നിൽക്കുന്ന, അതിനൊരു പ്രതിവിധി തന്നെയാണ് നമ്മുടെ ആക്ടിവേറ്റി എന്ന് പറയുന്നത്. നനച്ചതിന് ശേഷം നമ്മളൊരു കപ്പില് കുറച്ചൊഴിച്ചിട്ട്, ഏതാനും തുള്ളികൾ ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒഴിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ വൈകിട്ട് വരെ, ഇനി പിറ്റേന്ന് നമുക്ക് നനക്കാൻ പറ്റുള്ളൂ എങ്കിൽ പോലും പിറ്റേന്ന് വരെ അതിന്റെ ആ കടക്കില് ഒരു വാട്ടവും ഇല്ലാതെ ആ ഒരു നനവ് അവിടെ സ്പ്രെഡ് ആയിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും.